രോഗനിർണയ സാമ്പിളുകൾ കൈകാര്യം ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനുമുള്ള മിനിമം ക്ലിനിക്കൽ മാനദണ്ഡങ്ങൾ കേന്ദ്രം ഉടൻ അറിയിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി. നിയമനീതി മന്ത്രാലയത്തിന്റെ നിയമനിർമ്മാണ വകുപ്പിന്റെ പരിശോധനയിലാണ് നിലവിൽ ഈ നിയമം. രോഗനിർണയ സാമ്പിളുകൾ കൈകാര്യം ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനുമുള്ള ഏറ്റവും കുറഞ്ഞ ക്ലിനിക്കൽ മാനദണ്ഡങ്ങൾ വിജ്ഞാപനം ചെയ്യുന്ന പ്രക്രിയയിലാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. നിലവിൽ നീതി മന്ത്രാലയത്തിന്റെ നിയമനിർമ്മാണ വകുപ്പിന്റെ നിയമപരമായ പരിശോധനയിലാണ് ഈ നയം. സാമ്പിൾ ശേഖരണം, ഗതാഗതം, സാമ്പിൾ ശേഖരണ കേന്ദ്രങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ മിനിമം മാനദണ്ഡങ്ങൾ അറിയിക്കണമെന്ന അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ അധികാരികളോട് നിർദ്ദേശിച്ച ഡൽഹി ഹൈക്കോടതിയുടെ 2023 ജനുവരിയിലെ ഉത്തരവ് പാലിക്കുന്നതിൽ കാണിച്ച മനഃപൂർവ്വമായ അനുസരണക്കേട് ചൂണ്ടിക്കാട്ടി പാത്തോളജിസ്റ്റ് ഡോക്ടർ രോഹിത് ജെയിൻ സമർപ്പിച്ച കോടതി അലക്ഷ്യ ഹർജിയിൽ ജസ്റ്റിസ് അനീഷ് ദയാൽ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് കോടതി പരിഗണിച്ചത്. 2024 മെയ് വരെ മിനിമം മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള യുക്തിസഹമായ ഉത്തരവോ തീരുമാനമോ എടുത്തിട്ടില്ലെന്ന് അഭിഭാഷകൻ വാദിച്ചു. ഉയർന്ന അപകട സാധ്യതയുള്ള വൈറൽ രോഗികളെ പരിശോധിക്കുന്നതിനുള്ള സാമ്പിളുകളുടെ ശേഖരണം, പാക്കിംഗ്, ഗതാഗതം എന്നിവയ്ക്കുള്ള മാനദണ്ഡങ്ങളും COVID-19 സാമ്പിളുകളുടെ ശേഖരണം, പാക്കിംഗ്, ഗതാഗതം എന്നിവയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങളും ഉൾപ്പെടുന്ന ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ടെന്ന് ജൂലൈ 18 മന്ത്രാലയം കോടതിയെ അറിയിക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.